നമസ്കാരം. ഭാരത് ലൈവിലേക്ക് പോകാം. നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് കശ്മീരി പണ്ഡിറ്റുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയാണ്. 36 കൊല്ലത്തെ ഒരു അമ്മയുടെ മൗനത്തിന് ഒരാൾ അറുതി വരുത്തി, നരേന്ദ്ര ദാമോദർ മോദി. അങ്ങനെ 36 വർഷം ശേഷം സ്വന്തം മണ്ണിൽ ഒരു അമ്മയുടെ മടക്കം യാഥാർത്ഥ്യമായിരിക്കുന്നു. കശ്മീരിൻ്റെ മണ്ണിലേക്ക് 36 വർഷം ഒരു തലമുറയുടെ ആയുസ്സാണ്. അവരത് സഹിച്ചു, അവർ കാത്തിരുന്നു. കാണാം ആ ദൃശ്യങ്ങളിലേക്ക്. കൂടാരങ്ങളിൽ പിറന്ന മക്കൾ, താക്കോൽ അരയിൽ കെട്ടി മരിച്ച അച്ഛനമ്മമാർ, എൻ്റെ വീടെന്ന് ഉരുവിടാൻ ഒരു തരി മണ്ണ് പോലും ബാക്കിയില്ലാത്ത ജന്മങ്ങൾ, കശ്മീരി പണ്ഡിറ്റുകൾ. ഇന്ന് ഈ അമ്മ സ്വന്തം മുറ്റത്ത് നിൽക്കുന്നു. കാലുകൾക്കിടയിൽ കശ്മീരിൻ്റെ മണ്ണ്. 36 വർഷം കൊണ്ട് മറന്നുപോയ ആ സ്പർശം തൻ്റെ വാൾനട്ട് മരത്തെ കെട്ടിപ്പിടിച്ച് അവർ പൊട്ടിക്കരഞ്ഞു. ഇത് വെറും കണ്ണീരല്ല, ഇത് 36 വർഷത്തെ നൊമ്പരത്തിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ്. ഇത് ഒരു അമ്മയുടെ മാത്രം കഥയല്ല. ഇവരെ പോലെ ലക്ഷക്കണക്കിന് അമ്മമാരുണ്ട്. അവർ ചെയ്ത കുറ്റം എന്താണ്? കോൺഗ്രസിനെ, ഗാന്ധി കുടുംബത്തെ ഇന്ത്യയുടെ ഭരണം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു, അതുമാത്രം. ഒരു കാലമുണ്ടായിരുന്നു രാഷ്ട്രീയക്കാർ തീവ്രവാദികളുടെ വീട്ടുമുറ്റത്ത് കാത്തുനിന്ന കാലം. ചായ കുടിച്ച് ചർച്ച നടത്തി വെടിനിർത്തൽ ഒന്ന് സാധ്യമാക്കി തരുമോ എന്ന് യാചിച്ച കാലം. കല്ലെറിഞ്ഞവന് Z+ സുരക്ഷ കൊടുത്ത് കൊല്ലപ്പെട്ട പണ്ഡിറ്റിൻ്റെ ശവം കാണാതെ പോയ കാലം. അതൊക്കെ ഇപ്പോൾ മറഞ്ഞു. അന്ന് പള്ളികളിൽ നിന്നും അനൗൺസ്മെൻറ്റ് മുഴങ്ങി, കാഫിറുകൾ ഇറങ്ങിപ്പോകൂ, സ്ത്രീകളെ ഇവിടെ വിട്ടിട്ട് പോകൂ. ഒരൊറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് പേരാണ് കശ്മീരിൽ അഭയാർത്ഥികളായത്. ലോകം പ്രതികരിച്ചില്ല. ഇന്ത്യയിൽ നിന്നും 3600 കിലോമീറ്റർ അകലെയുള്ള പലസ്തീനു വേണ്ടി പാർലമെൻറ്റിൽ ബാഗ് ധരിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രിയങ്ക ഗാന്ധി സ്വന്തം മുത്തച്ഛൻ്റെ DNA പങ്കിടുന്ന കശ്മീരി ഹിന്ദുക്കളുടെ നിലവിളി കേട്ടില്ല. ഭാരതത്തിൽ പലസ്തീനു വേണ്ടി കരഞ്ഞ കണ്ണുകൾ, സ്വന്തം മണ്ണിൽ നിന്നും തീവ്രവാദികൾ ആട്ടിയോടിച്ച ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിച്ചില്ല. കേരളവും ഒട്ടും പിന്നിലല്ലായിരുന്നു. ഗാസയിലെ കല്ലിനു വേണ്ടി മെഴുകുതിരി കത്തിച്ചവർ കശ്മീരിലെ പണ്ഡിറ്റിൻ്റെ ചോര കണ്ടില്ല. മനുഷ്യാവകാശം വിറ്റ് ജീവിക്കുന്നവർ മൗനം പാലിച്ചു. സെക്കുലർ രാഷ്ട്രീയം കണ്ണടച്ചു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ ഹിന്ദുക്കൾ, ആ സനാതനികൾ ആയുധമെടുത്തില്ല. ഹമാസിൻ്റെ 1000 കുറ്റങ്ങൾ മാപ്പാക്കുമെന്ന് പറഞ്ഞ കേരളീയരോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ ഹിന്ദുക്കൾ തോക്കെടുത്ത് തീവ്രവാദികൾക്കെതിരെ, സർക്കാരിനെതിരെ, ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്തില്ല. അവർ സഹിച്ച് കാത്തിരുന്നു. പിന്നെ ഒരാൾ വന്നു. ആ വന്നയാൾ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. 36 കൊല്ലത്തെ മൗനത്തിന് അറുതി വരുത്തി. കല്ലെറിയുന്ന കൈകൾ വെട്ടിമാറ്റി, തോക്ക് പിടിച്ചവനെ കൽത്തുറുങ്കിലടച്ചു. 370 എന്ന വ്രണം ഒറ്റ വെട്ടിന് മുറിച്ചു മാറ്റി. നിയമം മാറ്റി, നയതന്ത്രം മാറ്റി, ഭയം മാറ്റി. ഇതാണ് മാറ്റം. ഇന്ന് ആ അമ്മ സ്വന്തം മുറ്റത്ത് വന്ന് നിൽക്കുന്നു. ഇത് വെറുമൊരു മടക്കമല്ല, തിരിച്ചു പിടിക്കലാണ്. സമാധാനം യാചിച്ച് കിട്ടുന്നതല്ല, സമാധാനം സ്ഥാപിക്കുന്നതാണെന്ന് നരേന്ദ്രമോദി ഇതാ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രകാശമെന്നാൽ ആദ്യത്തെ വെളിച്ചമെന്നാണ് അർത്ഥം. ആ വെളിച്ചം കണ്ടു തുടങ്ങിയതേയുള്ളൂ. പൂർണ്ണ സൂര്യോദയം ഇനിയും വരാനിരിക്കുന്നു. 36 വർഷം ശേഷം കശ്മീരി ഹിന്ദുക്കൾ
തങ്ങളുടെ പിറന്ന മണ്ണിൽ ചവിട്ടിയ അപൂർവ നിമിഷങ്ങളാണ് ഈ അടുത്ത കാലയളവ്. താഴ്വരയിലേക്കുള്ള കശ്മീരി പണ്ഡിറ്റുകളുടെ തിരിച്ചുവരവെന്ന് വളരെ വേഗത്തിലാണ്. ഡസൻ കണക്കിന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളും ശ്രീനഗർ, ഹന്ദ്വാര തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. സ്ഥിരമായ പുനരധിവാസത്തിന് സഹായിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ വികസന പാക്കേജിന് കീഴിൽ സർക്കാർ 6000 ട്രാൻസിറ്റ് അക്കോമഡേഷൻ യൂണിറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നിയമനിർമ്മാണ നടപടികൾ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ പാർട്ടിയായ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ജമ്മു കാശ്മീർ നിയമസഭയിൽ കശ്മീരി പണ്ഡിറ്റ് ആൻഡ് മൈഗ്രൻ്റ് റീ ഇൻ്റഗ്രേഷൻ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ കാശ്മീർ മറ്റൊരു മാറ്റത്തിൻ്റെ തുടക്കത്തിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കാശ്മീരികൾക്ക് വേണ്ട എല്ലാം BJP സർക്കാർ നരേന്ദ്രമോദി അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളെന്നില്ല, മുസ്ലിങ്ങളിൽ നിന്നൊരു വിവേചനമില്ല. പക്ഷേ കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചു വരണം. അതുകൊണ്ട് തന്നെ കാശ്മീരി പണ്ഡിറ്റുകളിൽ ചിലർ തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങി വന്ന് അവിടെ ചെറിയ കച്ചവടമൊക്കെ തുടങ്ങിയപ്പോൾ അവിടുത്തെ സ്ഥിരതാമസക്കാരായ മുസ്ലിം കുടുംബങ്ങളുടെ സഹായം തേടി. ഞെട്ടിക്കുന്നതായിരുന്നു അവരുടെ പ്രതികരണം. അവരെല്ലാം കൈയടിച്ച് കൂടെ നിൽക്കുന്നു. ഇതാണ് വേണ്ടത് ഭാരതത്തിന്. കശ്മീരിലെ ഈ ഐക്യമാണ് പാകിസ്ഥാൻ്റെ സ്ഥിരം ഉറക്കം കെടുന്നത്. കശ്മീരിലെ പണ്ഡിറ്റുകളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ഈ ഐക്യവും ഒറ്റക്കെട്ടായ നിൽപ്പുമാണ് പാകിസ്ഥാൻ്റെ താളം തെറ്റിക്കുന്നത്. ആ താളം അങ്ങനെ തന്നെ തെറ്റിക്കോട്ടെ. കാരണം നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് വേണ്ടത് ഐക്യഭാരതമാണ്. നമുക്ക് വേണ്ടത് ഇവിടെ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ടവരൊക്കെ തിരികെ വരലാണ്. ഒപ്പം ഇന്ത്യയിലേക്ക് ദുരുദ്ദേശത്തോടെ നുഴഞ്ഞുകയവരിലേക്ക് തിരിച്ചുവിടലാണ്. കാരണം ഭാരതത്തിന് വേണ്ടത് സനാതനധർമ്മം തന്നെയാണ്. ഭാരതത്തിന് വേണ്ടത് ഇമ്മാതിരി പണ്ഡിറ്റുകളെ തന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നുകൂടി ഓർക്കണം, തങ്ങളുടെ മുത്തച്ഛൻ്റെ DNA അവിടെയുണ്ട്, കശ്മീരി പണ്ഡിറ്റുകളുടെ ഇടയിൽ. അതുപോലും ചരിത്രം പോലും പഠിക്കാതെയാണ്, കുടുംബ ബന്ധങ്ങൾ പോലും നോക്കാതെയാണ് നിങ്ങൾ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ കിടന്ന് മറുപടി കൂട്ടുന്നതെന്ന് കൂടി ഒന്നുകൂടി ഓർക്കണം. കാരണം ചരിത്രം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല.